ഉടായിപ്പുകൾ മലയാള സിനിമയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഫൈനലി ഇപ്പൊ എന്നെ പേര് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഇപ്പൊ ഒരു മൂവി കഴിഞ്ഞു പോയി, അതിനകത്ത് കാസ്റ്റിംഗ് പേരൊന്നും പറയണ്ട. നായകൻ ആരായിരുന്നു പടത്തിൽ? കഴിഞ്ഞ ബിഗ് ബോസിലെ വിന്നർ ആയിരുന്നു. മലയാള സിനിമയിൽ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതായിട്ട് വൈകിക്ക് തോന്നുന്നു. മലയാള സിനിമയിൽ അത്രമേൽ റൊമാൻറ്റിക് ചെയ്തൊരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വൈകിയായിരിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞോണ്ട് പേടി ഉണ്ടായിരുന്നു, വീട്ടിൽ ചെല്ലുമ്പോ കേട്ടു വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ ഡൈവേഴ്സ് ആവുന്ന ടെൻഷൻ. ഞാൻ പറഞ്ഞു അതല്ല, നമ്മളിത് അഭിനയിക്കുന്നതാണ്. പിന്നെ ചെറുതായിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, എന്നെ അടുപ്പിച്ചതേ ഇല്ല. അങ്ങനെയൊന്നുമില്ല. സത്യം പറയട്ടെ ഷമീർ, പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. സെല്ലുലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. കിരാത എന്ന സിനിമയുടെ വിശേഷങ്ങൾ ഇതിനോടൊപ്പം ഉള്ളത് ആക്ട്രസ്സാണ്, മോഡലാണ്, ഡാൻസറാണ്, സിംഗറാണ്. ഒരു ഫുൾ പാക്കേജുള്ള 3 പെട്ടകളായിട്ട് എന്നോടുള്ളത്. ഷിഫ്നാസ്, വൈഗ, ഷമീർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ കിരാത സിനിമയുടെ വിശേഷങ്ങളുമായി ഇരിക്കുക. പ്രിയ സുഹൃത്ത് വൈഗ, ഒത്തിരി സന്തോഷം കേട്ടോ, കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കാണുവാൻ പറ്റിയതിൽ. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നമ്മൾ കണ്ടേ പറ്റുള്ളൂ. കാണും, അതെ. അപ്പോൾ നമുക്ക് ആദ്യം ഷമീറിൽ നിന്ന് തുടങ്ങാം. ഒരു റിയാലിറ്റി ഷോ വിന്നറാണ്, ഒരു മോഡലാണ്, ഇപ്പോൾ സിനിമയിലെ ഒരു വില്ലനാണോ? വില്ലനാണ്. അത് മുഖത്തുകൊണ്ട് കേട്ടോ, ഒരു ഉണ്ട്. അല്ലെങ്കിൽ വില്ലന്മാരൊക്കെ റിയൽ ലൈഫിൽ പാവങ്ങളല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് അനുഭവം വെച്ചിട്ടേ. ബാക്കിയുള്ള ഒരു കമന്റ് ഇട്ടെ എന്നല്ലേ? പുള്ളിക്കാരത്തിന്ന് വൈഫായിട്ട് അഭിനയിച്ചോണ്ടിരുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ പെയറായിരുന്നു. ഓക്കെ, ഷമീറെ പറയും, എങ്ങനെയാണ് കിരാത സിനിമയിൽ എത്തപ്പെട്ടത്? ആക്ച്വലി ഒരു 7 years ബാക്ക് ഞാൻ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു, മഴയിൽ മനോരമയിൽ തന്നെ. സോ അതിലേക്ക് വരുന്നതും ഒരു ആക്ടിങ് ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ മോഡലിങ്ങിലേക്ക് വന്നു. മോഡലിങ്ങിൽ വന്ന് കുറച്ച് പേജൻറ്റ് ഷോസ് വന്നു, ബ്യൂട്ടി പേജൻറ്റ് ഷോസ് ചെയ്തു. അതിന് 13 ടൈറ്റിൽ ഉണ്ട്, വിന്നറായി. അതിനുശേഷം സ്വന്തമായിട്ടൊരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ദുബായിലായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ്, എഫി ദുബായ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും അതവിടെ പോകുന്നുണ്ട്. അതിനുശേഷം നാട്ടിൽ വന്നു, ജോലി റിസൈൻ ചെയ്തു. ആദ്യം ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഹിൽട്ടൺ ഹോട്ടലിൽ വർക്ക് ചെയ്തു. അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നിട്ട് ഒരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവിടെ മുതലാണ് പിന്നെ നമ്മൾ ഈ ഒരു ഫിലിമിലേക്ക്. അതിൽ നിന്ന് നമ്മുടെ റോഷൻ ചേട്ടനായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ. പുള്ളിക്കാരനായിരുന്നു നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കവർ ചെയ്തിരുന്നത്. പിന്നെ ജിറ്റ ഉണ്ടായിരുന്നു അതിനകത്ത് മോഡലായിട്ട് തന്നെ. അവിടുന്ന് അവർ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് മോഡലിംഗ് രംഗത്തു നിന്ന് തന്നെ ആക്ടേഴ്സിനെയും ആക്ട്രസിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെയാണ് മൂവിയിലേക്ക് വന്നത്. അങ്ങനെയാണ് അവരാണ് ഇതിനകത്തൊക്കെ എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. മോഡലിംഗ് ഹെൽപ്പ് ചെയ്തു? ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡാൻസിലൂടെ ഞാൻ കുറേ നോക്കി ആക്ടിങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസിന് പോയി, അതും നടന്നില്ല. ഇതിന് മുന്നേ 3-4 മൂവീസ് ഞാൻ ചെയ്തു, എല്ലാം പകുതിയായിട്ട് നിർത്തിവെച്ചു പോയി. ഒരുപാട് പൈസ ഇറങ്ങിയിട്ടേ ഇല്ല. അത് വിലങ്ങ് എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു, പിന്നെ കുരിശ് എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു. എല്ലാ പേര് പോലെ തന്നെയായി. വിലങ്ങ് അങ്ങനെ എല്ലാം പോയി. ഫൈനലിയാണ് കിരാതയിലെത്തിയത്. അൽഹംദുലില്ലാ, അത് റിലീസാകുമെന്ന് വളരെ ഹാപ്പി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യം നമ്മൾ അഭിനയിച്ച സിനിമകൾ ഇറങ്ങാതിരിക്കുന്നത്. നമ്മൾ അഭിനയിച്ച സിനിമ ഇറങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു 10 സിനിമ ഇറങ്ങാൻ ചിലപ്പോ ഇതൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നില്ല. അത് ഈ കുരിശ് പോലാണോ? അല്ല, നല്ല സിനിമകളും ഉണ്ട് ഇതിൽ ഇറങ്ങാത്തത്. നമ്മള് നിന്ന് പോയെന്നൊക്കെയാണെങ്കിൽ പിന്നെ നമുക്ക് പൊട്ടെന്ന് വയ്ക്കാം. പക്ഷെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി സെഞ്ചുറി കഴിഞ്ഞ സിനിമകളുണ്ട് ഇറങ്ങാത്തത്. തമിഴിൽ ഇപ്പോൾ 2 ഫിലിമുണ്ട് അങ്ങനെ ഇറങ്ങാൻ. നല്ല അടിപൊളി ക്യാരക്ടറാണ്. പക്ഷെ വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം, പല പറയും. പക്ഷെ ഭയങ്കര വിഷമമാണ് അതങ്ങനെ നടക്കുന്നത്. നമ്മളത്ര എഫേർട്ട് ഇട്ടിട്ട് ഇറങ്ങുന്നില്ലെന്ന് പറയുമ്പം നിങ്ങൾക്ക് 2 പേർക്കും അഭിനയത്തിൽ വൈഗയുടെ അഭിനയം ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായും. ഇതിന് തെറ്റുപാട് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. ഞങ്ങൾക്കായിരുന്നു. എനിക്ക് റൊമാൻസ് അധികം വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെയൊന്നും അല്ല. പക്ഷെ എനിക്കൊന്ന് കല്യാണമൊക്കെ കഴിഞ്ഞോണ്ട് പേടി ഉണ്ടായിരുന്നു, വീട്ടിൽ ചെല്ലുമ്പോ കേട്ടു വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ ഡൈവേഴ്സ് ആവുന്ന ടെൻഷൻ. ഞാൻ പറഞ്ഞു അതങ്ങനല്ല, നമ്മളിത് അഭിനയിക്കുന്നതാണ്. അത് പറയാഞ്ഞ് കൊടുത്താൽ മതി, ശരിയായിക്കോളും. വലിയ ഡാൻസറാണ്, പക്ഷെ എന്നോട് ഡാൻസ് കളിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ കൈയും കാലൊക്കെ വിറയ്ക്കുന്നത്, എനിക്ക് പേടിയാണ്. മലയാള സിനിമയിൽ അത്രമേൽ റൊമാൻറ്റിക് ചെയ്തൊരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വൈഗയായിരിക്കും.
എന്തൊക്കെ പറഞ്ഞു തന്നെ, എന്തൊക്കെ പഠിപ്പിച്ചത് കേൾക്കട്ടെ. എനിക്ക് ഡയലോഗ് സെക്ഷനിൽ വരുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രോംപ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. അതിൽ പുള്ളിക്കാരത്തി ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരക്ടർ റോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂഡ് മാറണം, ആ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ആ ടൈമിൽ തന്നെ നീ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും, അതിൽ നിന്ന് മാറിപ്പോകരുത്, അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത്. അത് ഈ റൊമാൻറ്റിക് സീൻ വൈകേവായിട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഇല്ല, ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഫസ്റ്റിലെ സീൻ എന്ന് പറയുന്നത് എൻ്റെത് പക്ക എൻ്റെലി ഡിഫറെൻ്റ് ആണ്. ഞാൻ കംപ്ലീറ്റ് ബോഡി കംപ്ലീറ്റും ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്, പക്ക ഒരു തമിഴ് ലുക്ക്. പിന്നെ ആ സമയത്ത് പുള്ളിക്കാരത്തി എൻ്റെ ഒറിജിനൽ ലുക്ക്, ഞാൻ ഭംഗിയുണ്ടെന്നല്ല പറയുന്നത്, എൻ്റെ ഒറിജിനൽ പോലെ കണ്ടിട്ടില്ല. സോ ആ ഫസ്റ്റ് ടൈമിൽ ഇതേമാതിരി ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഒരു ഇന്റിമസി സീൻ ഉണ്ടായിരുന്നു. എന്നെ അടുപ്പിച്ചതേ ഇല്ല, എന്നെ ആ അവൻ സത്യം പറയട്ടെ, ഷമീർ പറഞ്ഞോളൂ. എന്നെ ആ ഭാഗത്ത് പോലും അടുപ്പിച്ചില്ല. വേണ്ടത് ലാസ്റ്റ് ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് ടീഷർട്ട് അയ്യോ നീ ആയിരുന്നു അവനെന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് തകർത്തു. പിന്നെ കുഴപ്പമില്ല. ഇതൊക്കെ വെറുതെ പറയണ്ട, അങ്ങനെയൊന്നുമില്ല. കളറിലൊക്കെ എന്ത് കാര്യം, സൂപ്പർ സ്റ്റാറിന്റെ കളറിൽ പിന്നെയാ. ഇതൊരു കുളി കഴിയുമ്പോ കാണുന്നതേ. ഇതല്ലാതെ വേറെ എന്ത് വെള്ളം പറഞ്ഞു അത് മാത്രം ആരും വിശ്വസിക്കില്ല. ഈ പ്രായം കൂടുന്തോറും ഏറ്റവും സൗന്ദര്യം വർദ്ധിക്കുന്ന ആണുങ്ങൾക്ക് അല്ലേ? സത്യം. എന്നിട്ട് നിനക്കൊരു ഗുണം ഉണ്ടായിട്ടില്ലല്ലോ. ഇതെല്ലാം പുട്ടിപ്പുറത്തുള്ള കളികളാ. ഒരു പാട്ടുകാരനല്ലേ? പാട്ടാണോ അഭിനയമാണോ ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം പാട്ട് തന്നെയാണ്, ബട്ട് അഭിനയം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കഥ തന്നെയാണ്. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ റീസെന്റ് നമ്മളെ തലവര മൂവിയിൽ ലിറിക്സ് എഴുതിയ മുത്തു എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. അതെ മുത്തു എനിക്കൊരു സോങ് ഇപ്പോൾ റീസെന്റ് എഴുതി തന്നതായിരുന്നു. അതാണ് ഇപ്പോൾ റീസെന്റ് ഇറങ്ങാൻ ഇരിക്കുന്നത്. സോ അത് SR മീഡിയ എന്ന് പറഞ്ഞ മീഡിയ എടുത്തിട്ടുണ്ട്, അവരാണ് അത് പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്. സോ അതിലെ കുറച്ച് വരികൾ ഞാൻ പറഞ്ഞു. സഖിയേ സഖിയേ പുതുമഴ പൊഴിയുവതായി സഖിയേ നിന്നൂരം, പല തിരയുവതായി സഖിയേ നിന്നൂരം, പുതുമഴ പൊഴിയുവതായി സഖിയേ നിന്നൂരം, പല തിരയുവതായി സഖിയേ നിന്നൂരം, ഞാനാരോ അറിയാനാശയായി, നീയാരോ തിരയാൻ മോഹമായി, സഖിയേ നിന്നൂരം, സഖിയേ നിന്നൂരം, സഖിയേ നിന്നൂരം, സഖിയേ നിന്നൂരം. അടിപൊളി സംഭവം. പുലിയല്ലേ, ഇരിക്കുന്നിരിപ്പല്ല. ഇനി ഇപ്പൊ നമ്മൾ പടത്തിലോട്ട് വരുമ്പം നരബലി, എന്താണ് നരബലി വരിക? എന്താണ്? അടിപൊളി. അല്ല ഞാൻ അത് റിയൽ ആയിട്ട് കേട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ അറിയാനായിട്ടാ. കേട്ടിട്ടില്ല കഥ? പത്തനംതിട്ട ജില്ലയിൽ നടന്ന അത് അവരൊക്കെ ഒരു വിശ്വാസമായിരുന്നു തോന്നല്ലേ, ആൾക്കാരൊക്കെ വന്നിട്ട് ഈ ചോരയോ എന്തോ സാധനം എടുത്തിട്ട് കൊണ്ടുപോയി. ഓരോ അന്ധവിശ്വാസങ്ങളും ആയി. അതെ, പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെയാണ്. ശരിക്കും മതമൊക്കെ വേണം? അത് നമ്മൾക്ക് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല, വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, മതം ഒരാള് ഒരുപാട് കാര്യത്തിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എന്തിനൊക്കെ കാര്യത്തിൽ? അയ്യോ ഇനിയിപ്പോ എന്നെ വധിക്കാൻ വരും. അല്ല ഇല്ല, ഇപ്പൊ യു ആർ എ ഹിന്ദു റൈറ്റ്? ക്രിസ്ത്യൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യൻ ആയത്. നിങ്ങളിപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇത് വേണ്ട, വേറെ മാറി ചിന്തിക്കുന്നില്ല? എനിക്ക് എല്ലാ മതങ്ങളും വേണം. നിങ്ങൾ എന്തുകൊണ്ടെന്നാ നിങ്ങൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ സമയത്ത് ഏതാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ ക്രിസ്ത്യൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണായിരുന്നു എനിക്ക് മതം ഇല്ല എന്ന് പറയണായിരുന്നു. എല്ലാ മതങ്ങളും ഞാൻ നമ്മൾ എങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ഞാൻ മുസ്ലിമായി ജനിച്ചതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്. സോ ഞാനത് ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരിക്കലും ഞാൻ പറയുന്നില്ല. ആ സമയത്ത് നമ്മൾ പറയും പേച്ചിക്ക് വേണമെങ്കിൽ പറയും ഞാൻ എല്ലാ മതത്തെ അംഗീകരിക്കുന്നുണ്ട്, എങ്കിലും നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ മുസ്ലിമാണ്. ഒരു ഹിന്ദു ആണെങ്കിൽ അയാൾ ഹിന്ദു ആണെന്ന് ഉള്ളിൽ ഉറച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറച്ചിലിന് പറയും ചുമ്മാ എല്ലാ മതവും വേണം, എന്നാൽ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നില്ലേ. യു ആർ എ ക്രിസ്ത്യൻ, ഇപ്പോൾ നിങ്ങളെ ഒരു മാലയുണ്ട്, കൊന്തയുണ്ട്, കുരിശുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ എന്നാലും ബിലീവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ മറ്റു മതങ്ങളെ പോലാണോ മുസ്ലിം? ഒരുപാട് കാര്യത്തില് പിടിച്ചു കുലുക്കുന്നില്ലേ? ഇന്നത് ചെയ്യല്ലേ, ഇന്നടുത്ത് പോവല്ലേ? മറ്റു മതങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അതത്രക്ക് ഇല്ല. പിന്നെ നോക്കണ്ട. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഫാമിലി ഒരുപാട് ലൈക്ക് കുറച്ച് കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്തു പോകുന്ന ആളാണ്. ഓക്കെ,
ബിക്കോസ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതും രണ്ടും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിന്നേ പറ്റൂ. കാരണം ഞാൻ പഠിച്ചതും ജോലി ചെയ്തതും വേറെ ഫീൽഡിലാണ്. അതെല്ലാം റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഫാഷനിലേക്ക് വരുന്നത്. അതായത് പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു അവിഹിത ബന്ധം പോലും ഇല്ല. നമ്മുടെ പടത്തിലുണ്ടല്ലേ? അതുണ്ട്, പടത്തിൽ അതേ ഉള്ളൂ. തുടക്കത്തിൽ ഒരു ഭാര്യ, നടുക്ക് വന്ന ഭാര്യ, ലാസ്റ്റിലേക്ക് വന്നു പോയ ഭാര്യ. വന്ന ഭാര്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരായിരിക്കും? അയ്യോ, ഞാൻ ക്യാരക്ടർ വൈസ് പറയാ. ഈ ഭാര്യ എന്ന് പറയുന്നത് റിയൽ ഭാര്യ തന്നെയല്ലേ ഇതിനകത്ത്? വലിയ ഉറപ്പൊന്നുമില്ല, മറന്നുപോയി ഏതാ റിയൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ്. ഫസ്റ്റില് ഒരു ഞാനും അതെ, ചോദ്യം വളരെ ക്ലിയർ ആണ്. ആരെയാണ് ഇഷ്ടം? ഡെഫിനറ്റ്ലി ജീവൻ നമ്പ്യാർ അത് കണ്ടാ കൊല്ലും. ഒന്ന് ജീവൻ നമ്പ്യാർ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി പിന്നെ കുറച്ചും കൂടെ ലൈക്ക് ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ഒരു ഭാര്യയായിരുന്നു. പയ്യൊക്കെ എന്നാടാ കുഴപ്പം? അല്ല, എനിക്ക് അത്രയും വേണ്ട, ഇത് മതി. രണ്ട് തലത്തിലായിരുന്നു. ഓക്കെ, അത് ലൈക്ക് ഡിപ്പെൻഡ് നമ്മളെ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതൊരു വശീകരണത്തിലൂടെ ആളുകളെ മാക്കിയിട്ട് കൊല്ലുന്ന അങ്ങനെയൊക്കെ ഒരു പാറ്റേൺ ആയിരുന്നു. നമ്മൾ എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിക്കുക. സ്റ്റോറി മൊത്തം ഞാൻ പറഞ്ഞു പോകും, ബാക്കി നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഷമീറിനെ? അല്ല, ആദ്യം പറഞ്ഞതൊക്കെ വെറുതെയാണ് കേട്ടോ. കളർ അടിച്ച് വന്നതൊക്കെ വെറുതെയാണ്. പുതിയ ആൾക്കാരോട് അഭിനയിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് തോന്നാറ്. കാരണം ഒന്ന് പേടിക്കണ്ട, നമ്മള് ഫ്രീയാ. മറ്റേതാവുമ്പോ സീനിയേഴ്സ് ആവുമ്പോ നമുക്ക് പേടിയായിരിക്കുമല്ലോ. അല്ല, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പിന്നെ എനിക്ക് ഈ ക്യാമറ ആംഗിൾസ് ഒക്കെ ഇവർക്ക് ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പറയും, ചിലപ്പോൾ തിരിഞ്ഞ് ഡയലോഗ് പറയും അങ്ങോട്ട് തിരിയണം, നല്ല ഫേസ് കിട്ടുള്ളൂ. അത്ര ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് പുള്ളി നന്നായിട്ടൊക്കെ ചെയ്തു. ബ്രോയുടെ ആണെങ്കിൽ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിപ്പോ രണ്ടാമത്തെ പടം അല്ലേ? അതെ. റോഷൻ ഗോന്നി എന്റെ ഫ്രണ്ടാണ്. ആക്ച്വലി ആളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഡയറക്ടർ വലിയൊരു സപ്പോർട്ടായിരുന്നു. അയ്യോ, നല്ല സപ്പോർട്ട്. കാരണം നല്ല കോൺഫിഡൻസ് തന്നിട്ടാണ്. ഇത്രയും സമയങ്ങളിൽ നമ്മൾ ഓഡീഷന് പോയത്, നമ്മളെ ഓഡീഷൻ ഫീ എന്ന് പറഞ്ഞിട്ടൊരു ഫീ, ഫൈനലി ക്യാമ്പ് വെക്കുവര്, ക്യാമ്പ് രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ട്. രജിസ്ട്രേഷൻ ഫീ പറഞ്ഞിട്ട് വേറെ ഒരുപാട് പൈസ പോയിട്ട് എന്റെ ബൈക്ക് പോയി, എന്റെ ബൈക്കെല്ലാം വിറ്റിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് അങ്ങനെ ഒന്നുമില്ല. റോഷൻ ചേട്ടന് പുള്ളിക്കാരന്റെ മൈൻഡിലുണ്ട് സ്റ്റോറി. പുള്ളിക്കാരത്തിന്റെ വൈഫിൽ ജിറ്റാല മൈൻഡിൽ സ്റ്റോറി ഉണ്ട്. അതിന് പറ്റിയ ക്യാരക്ടേഴ്സ് എവിടെ നിന്നാണോ ഫാഷൻ ഷോയിൽ വരുമ്പോൾ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, കാണും ഇന്ന ക്യാരക്ടർ ഇന്നതിന് പറ്റും. അങ്ങനെ ക്യാരക്ടർ ഓരോരുത്തരെ എഴുതി വെച്ച് ക്ലിയർ ആയിട്ട് അവർ പറയും, ഷമീറെ കഴിഞ്ഞ ഷോയ്ക്ക് വന്ന ഈ കുട്ടി, ഇതിന് ഈ ക്യാരക്ടർ ഓക്കെയാണ്, നീ നോക്കി വെക്കണേ, അടുത്ത ഷോയ്ക്ക് വരുമ്പോൾ ഈ കൊച്ച്. അങ്ങനെ അവരെ കയ്യിൽ നിന്ന് ഒരു പൈസയും കൊടുക്കാണ്ട് വാങ്ങിക്കാതെ അവരുടെ ചെലവും നോക്കി അവർ ഇങ്ങോട്ടാണ് ഓഫർ ചെയ്തിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അത് എടുത്തു പറയേണ്ട വലിയൊരു കാര്യം. ഞാൻ അറിഞ്ഞ ഷമീറിനെ ഒരു 5 ലക്ഷം രൂപയോളം നഷ്ടമായിട്ടുണ്ടോ? എവിടുന്ന്? റോഷൻ അത്യാവശ്യം നഷ്ടമായിട്ടുണ്ട്. കാരണം എനിക്ക് പറഞ്ഞു റിയാലിറ്റി ഷോ വിന്നർ ആയിരുന്നു ഞാൻ. ആ റിയാലിറ്റി ഷോയിൽ തന്നെ എനിക്കൊരു ബൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ബൈക്ക് വിറ്റിട്ട് ഞാൻ ഓഡീഷന് പോയിട്ട് ആ പൈസയും പോയി, എന്റെ ബൈക്കും പോയി. അങ്ങനെ ഓഡീഷന് പോയ പ്രമുഖ നടന്മാർ ഇന്നുണ്ടോ മലയാള സിനിമയിൽ? അതിനകത്ത് ആ റിലീസായവര് 1-2 പേരുണ്ട്. മണിക്കുട്ടൻ ഉണ്ടായിരുന്നു. മണിക്കുട്ടൻ അങ്ങനെ കയറിപ്പോയി. പിന്നെ പൈസ കൊടുത്തു. അവൻ പൈസ കൊടുത്തോന്ന് എനിക്കറിയാം. അന്ന് പുള്ളി കയറി വരുന്നുള്ളൂ. അന്ന് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. സോ അങ്ങനെ പുള്ളി കയറിപ്പോയി. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് പേര് ഓർമ്മയില്ല. അത്യാവശ്യം സീരിയലൊക്കെ മലയാള സിനിമയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഫൈനലി ഇപ്പൊ എന്നെ പേര് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഇപ്പൊരു മൂവി കഴിഞ്ഞു പോയി. അതിനകത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാം സെലക്ഷൻ കഴിഞ്ഞു, ക്യാമ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഫൈനലി പിന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഒരു 4 അക്ഷരമാണ് ഇപ്പൊ കഴിഞ്ഞൊരു മൂവിയാണ് അത്. പക്ഷെ അത് പൊട്ടി, ഫ്ലോപ്പായി. എന്റെ പേരൊന്നും പറയണ്ട, നായകൻ ആരായിരുന്നു പടത്തില്? അതൊരു ബിഗ് ബോസിലെ അവസാനം അവര് തമ്മിൽ തന്നെ അടിയല്ലോ. 4 ലക്ഷം പോയിട്ടില്ലല്ലോ. ഇല്ല, അത് ഞാൻ മൊത്തത്തിൽ കാൽക്കുലേറ്റ്. ഇത് വേറെ 4 ലക്ഷം പോയത് വേറെ. ഇതെല്ലാം കാസ്റ്റിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് എല്ലാ ക്യാമ്പും കഴിഞ്ഞ് വന്നു. പിന്നെ ഒരു വിവരമില്ല. പിന്നെ അത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഇവരൊരു കാസ്റ്റിംഗ് വെക്കുന്ന സമയത്ത് ഇവരുടെ പ്രൊമോഷൻ പോകും. ആ സമയത്ത് സെലക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ വെറുതെ പോവുക. നമ്മളവിടെ പോയിട്ട് നമ്മളെ കൊണ്ട് അഭിനയിപ്പിച്ച് ഓരോ ക്യാരക്ടർ റോൾ തന്നെ അതെല്ലാം നമ്മൾ ഓക്കെ ആയിട്ട് ചെയ്തിട്ട് നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മൾ ക്യാമ്പ് ഉണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവരെ റെസ്പോൺസ് ഉണ്ടാവില്ല. പക്ഷെ ഈ പടത്തിൽ അതൊന്നുമില്ല. സിനിമയുടെ ഔട്ട്പുട്ടിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇവര് പറയണം. നല്ലൊരു കാര്യം എന്താന്ന് ചോദിച്ചാ, ഇത്രയും പുതിയ ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുപോലെ ഒരിക്കലും ഭയങ്കര ബുദ്ധിമുട്ട് പണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത ആദ്യ ദിവസം ഇവർ അവരുടെ വീട്ടിൽ താമസിച്ചുണ്ട്. അങ്ങനെയൊന്നും ഒരു ഡയറക്ടേഴ്സ്മാരും ചെയ്യില്ല. അവരുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ച് അവരെന്നെ ഫുഡ് കൊടുത്ത് അങ്ങനെയാണ് ഇവരെല്ലാവരും, മോസ്റ്റ് എല്ലാവരും അങ്ങനെ. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഡയറക്ടറാണ്, അങ്ങനെ ചെയ്യേണ്ട, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അവർക്ക് എങ്ങനെയും സിനിമ ചെയ്ത് തീർക്കണം, അതിനുള്ള ഒരു ഡെഡിക്കേഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഷമീർ പറഞ്ഞ പോലെ
മലയാള സിനിമയിൽ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതായിട്ട് വൈകിക്ക് തോന്നുന്നുണ്ടോ? പറ്റിച്ച് ഇല്ലാണ്ടായി എന്നോടാണ് ഈ ചോദ്യം. വൈകിട്ട് ഇത് പൈസ ചോദിച്ചിട്ടില്ല, പൈസ ചോദിച്ചിട്ടില്ല. പിന്നെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? ചോദിച്ചത് വേറെ. അങ്ങനെയല്ല, ഇത് ഇപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറെ വലിയ ആൾക്കാരായിട്ട് ഞാൻ അടിയാണ്. ഞാൻ ഒരിക്കലും പേരൊന്നും പറയില്ല. പേര് പറയാത്ത എന്താന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയില്ല, എനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പൊ ഇവരുടെ കാസ്റ്റിംഗിൽ വരുമ്പോൾ പ്രശ്നം വെച്ചാൽ ഒരു വലിയ, അതെല്ലാം എല്ലാം വലിയ ആൾക്കാരാണ്, സാധാരണക്കാരല്ല. അവരിന്നുണ്ടോ? അവരിന്ന് എല്ലാവരും ഉണ്ട്, ടോപ്പ് ലെവലിൽ നിൽക്കുകയാണ്. അപ്പം ഒരു പടത്തിന്റെ ലിസ്റ്റ് വരുന്നു, അത് ആരെങ്കിലും ഒരാളെ സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നീ അവിടെ ഉണ്ടെന്ന് വെച്ചോ, വൈക ഈ ക്യാരക്ടർ വൈകക്ക് ചേരുമെന്ന് പറഞ്ഞാൽ അവര് പറയും ഏയ് അത് വേണ്ട. എന്റെ അറിയിൽ അങ്ങനെ ഒരു 10-25 പടം ഞാൻ ഒഴിവായിട്ട്. അല്ല, ഒരു പക്ഷെ അവിടെ വൈക വേണ്ട എന്ന് പറയുന്നത് അഭിനയം കണ്ടിട്ടല്ല, പിന്നെന്ത് കണ്ടിട്ടായിരിക്കാം? എന്തെങ്കിലും കാണാത്തോണ്ടായിരിക്കും, നോ പറഞ്ഞതുകൊണ്ടായിരിക്കാം അല്ലേ? അങ്ങനെ ചിന്തിക്കാം. പറഞ്ഞിരുന്നെങ്കിൽ 1000 പടത്തിൽ കയറാൻ പറ്റുമോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പോ ഇതിന് ടാലന്റ് വേണം, 1, 2 നമുക്ക് ആ ക്യാരക്ടർ സൂട്ടബിൾ ആകണം. എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയത്തില്ല, സൂട്ടബിൾ ആകണം. പിന്നെ 3 നമ്മൾ ചോദിക്കുന്ന പേയ്മെന്റും അതുമായിട്ട് സെറ്റ് ആകണം. പിന്നെ ഞാൻ ചെല്ലിനാണ്, അതിനുള്ള ചെലവ് അവർക്ക് ഉണ്ടാവണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഉപരി ചില ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചില്ലേ, അപ്പം ചില പടങ്ങളിൽ നിന്ന് എനിക്ക് തന്നെ അറിയാൻ ഞാൻ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞാൽ തന്നെ അവസാനം വരെ വിളിച്ചിട്ട് നാളത്തെ കഴിഞ്ഞ ഷൂട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ ആക്ച്വലി കുറച്ചും കൂടി ഓപ്പൺ ആയി. ഇങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാർ 4 ദിവസം ഞാൻ ചോദിക്കും, ചേട്ടാ ഇതാണ് പ്രശ്നം, പറ്റില്ല, സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നുള്ളത്. എനിക്ക് വൈകയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് എന്റെ അടുത്ത് താഴെ വന്നിരുന്നപ്പോ അജിം ഇങ്ങനൊന്നും പറയരുത് എന്ന്. അല്ലെ, അത് എനിക്ക് നല്ലൊരു, പക്ഷെ അതിലൂടെ കുറെ അവസരങ്ങളും പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ പോയി. അതിൽ വിഷമമില്ല, അതില് നല്ല വിഷമമുണ്ട്, ആരും പറഞ്ഞില്ല. പക്ഷെ എന്റെ സ്വഭാവം കുറച്ച് മാറ്റാൻ പറ്റുന്നില്ല, കുറെയൊക്കെ ആക്ച്വലി മാറിയതാണ്. ഇപ്പൊ പണ്ട് നമുക്ക് അറിയില്ലായിരുന്നു, അതായത് ഇങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചൊക്കെ വളച്ച് സംസാരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സംസാരിച്ച് പോവാം എന്നുള്ള രീതി അറിയില്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറച്ച് തീരുമാനമായി. നമ്മളിപ്പോ ഇല്ല എന്നുള്ളത് ഇല്ല എന്ന് പറയണമെന്നില്ല, മിണ്ടാണ്ടിരുന്നാലും മതി. നല്ലൊരു മനസ്സാണ് അല്ലേ, ഒത്തിരി സന്തോഷം അല്ലേ, അങ്ങനെ ഒരു കൂട്ടുകാരിയെ കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ല ശരിക്കും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, വരുന്നത് ചെയ്യാത്രേ ഉള്ളൂ. നമ്മുടെ ഈ കിരാത മൂവി എടുക്കുമ്പം നിങ്ങളിപ്പോൾ ഓരോ സീനുകൾ അഭിനയിക്കുന്ന സമയത്ത് ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും വിഷമകരമായ ഒരു കാര്യമാണ് അന്ന് സംഭവിച്ചതെന്ന്? ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമുക്കറിയില്ലല്ലോ. കാരണം ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് ആരും കണ്ടുപിടിക്കുന്നില്ല. 5, 6, 10 ആൾക്കാരെ കൊന്നു കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പൊ അത്രയും പറഞ്ഞ ആൾക്കാർ ഓൾറെഡി പോയി, ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇതൊരു മതം വിശ്വാസത്തിലുപരി അവയവങ്ങൾ വിൽക്കാനുള്ള രീതിയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് ഈ ഇൻസിഡന്റ് അങ്ങനെ അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതാ പറഞ്ഞേ, ഇപ്പൊ ഇവിടെയുള്ള ബിസിനസ് എന്തൊക്കെയാണ് ദൈവത്തിന് പോലും അറിയില്ല. പുള്ളി പോലും കൈവിട്ട പോലെയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര കുറെ ലീഗൽ കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നും. പക്ഷെ ഉണ്ട്, ഇപ്പൊ തന്നെ മമ്മൂക്കയുടെ പടം ശരിക്കും നടന്ന ഇൻസിഡന്റ് ആണെന്ന് ഞാൻ പിന്നെ അറിയുന്നത്. പടം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നതാണെന്ന്. ഞാൻ ദൈവമേ, അപ്പൊ ഇത്ര നാൾ എന്താ ആൾക്കാരെ കണ്ടുപിടിക്കാൻ അല്ലേ? അപ്പൊ അതുപോലെ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒരു പടങ്ങൾ ഇറങ്ങുമ്പോൾ അറിയത്തുള്ളൂ ഇതൊക്കെ സംഭവിച്ചു എന്ന്. അങ്ങനെ വൈകിക്ക് തോന്നിയതുപോലെ തന്നെ കിരാത സിനിമ ഇറങ്ങുമ്പോൾ ജനങ്ങൾക്കും തോന്നട്ടെ ഇങ്ങനൊരു സംഭവം റിയലായിട്ട് നടന്നിട്ടുണ്ടെന്ന്. ഇനിയിപ്പം നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ, വൈക എന്ത് തോന്നുന്നു? ദിലീപേട്ടനെ പറ്റിയോ? ദിലീപേട്ടൻ സിനിമ വരാൻ പോലെ അതിന്റെ പ്രൊമോഷനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അഭിപ്രായം അതിജീവിതയോടൊപ്പമാണോ ദിലീപേട്ടനോടൊപ്പമാണോ? അതിജീവിതയോടൊപ്പമാണ് ഇപ്പോഴും. നമ്മളെല്ലാം അതിജീവിതയോടൊപ്പമാ. ഞാൻ കോടതിക്ക് എഗനിസ്റ്റ് ഒന്നും പറയല്ല, പക്ഷെ 20 വർഷം എന്ന് പറഞ്ഞത് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. അത് എനിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എന്തായേനെ? അതൊരു പെണ്ണായതുകൊണ്ട് ചിന്തിച്ചു പോകുന്നതായിരിക്കും. പറഞ്ഞു വരുന്നത് അതിജീവിതയോടൊപ്പമാണ് ഇപ്പോൾ. ഉറപ്പായിട്ട് അതെ, നമ്മളെല്ലാം അതിജീവിതയോടൊപ്പമാ ആണ്, അതിലൊരു മാറ്റം വരും. പക്ഷേ ഇന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, കുറച്ചാളുകൾ ആഗ്രഹിക്കുന്നത് ദിലീപേട്ടന് മോക്ഷം കിട്ടില്ലായിരുന്നു. അതിലെന്ത് പറയുന്നു? അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം പുള്ളിക്കാരനല്ല ഇതിലില്ല എങ്കിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട്.
എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. എത്ര ദിവസം ജയിലിൽ കിടന്നു. ആ ഫാമിലി എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. ഒരു മനുഷ്യന് വേണ്ട സമാധാനമാണ്. നമുക്ക് എത്രയാന്ന് നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കുറ്റമാണെങ്കിൽ നമുക്ക് അതിപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇതിന്ന് റിലീസായി വരുന്നവരെ ഫാമിലിനെ നോക്കണമല്ലോ. അതല്ല അവർ ഓൾറെഡി കല്യാണം കഴിച്ചു, പിന്നെ കൊച്ചുണ്ടായി, ഇതൊക്കെ അവരെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതും വിഷമമുള്ള കാര്യമാണ്. ഷമീറിനൊന്നും പറയില്ലേ? ഷമീറിന് ഇതിനെ കുറിച്ച് പറയാൻ ലൈക്ക് ഇതുപോലെ ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ലൈഫിൽ മീൻസ് ഞാൻ പറയാ ചെയ്യാത്തൊരു കാര്യത്തിന് എന്നെ ഇതുപോലെ ഒരു കേസിൽ ആക്കിയിട്ടുണ്ട്. എന്തായിരുന്നു കഥ? ഇതേമാതിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതേപോലെ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അവിടെ എനിക്കെതിരായിട്ട് ഒരുപാട് ആളുകൾ കൈ ചൂണ്ടി. അപ്പൊ എനിക്കേ ഉള്ളൂ വാസ്തവം അറിയാം, എന്റെ കൂടെ നിന്ന് കുറച്ച് പേർക്ക് അറിയുള്ളൂ. പിന്നീട് അത് പുറം ലോകം കാണുമ്പം ഞാൻ തെറ്റുകാരനാണ്. ഓക്കെ, അതുപോലെ ആയിക്കൂടാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പം. അതുപോലെ തന്നെ ഈ ഫിലിമിലേക്ക് ഈ ലൈക്ക് ഫിലിമിനകത്തും ഇതേപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. അതിനും എനിക്ക് പ്രൂഫുണ്ട്. ഇതുപോലെ തന്നെ കഴിഞ്ഞൊരു മൂവിയിൽ എൻ്റെ കൂടെ വന്ന ഒരു കൊച്ചിന് ഇതുപോലെ തന്നെ ഇൻസിഡന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസരം കൊടുക്കുക എന്നുള്ള രീതിയിൽ എല്ലാം കഴിഞ്ഞിട്ട് ആക്ടിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ക്യാമ്പ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം രാത്രി റൂമിലേക്ക് വിളിക്കേണ്ട അവസ്ഥ വന്നു. അപ്പം ഈ ഒരു സംഭവം ചിലപ്പോൾ അവിടെ നടന്നിരിക്കുക ഭാവനയ്ക്ക്. ഇല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് ഫസ്റ്റ് അനുഭവത്തിൽ വന്നതുപോലെ എനിക്കെതിരെ വിരൽ ചൂണ്ടിയ പോലെ ചൂണ്ടിയിരിക്കാം ചിലപ്പോൾ ഇത് ലീവിനെതിരെ. സോ രണ്ടും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, രണ്ടും അനുഭവം ഉള്ളത് കൊണ്ട് രണ്ടു വഴിയിലും ചിലപ്പോൾ അത് വന്നിരിക്കും. പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നം. ഞാൻ കുറച്ചു മുമ്പുള്ള ഇന്റർവ്യൂ ഞാൻ അറിഞ്ഞത് എല്ലാരും ഒരു ഫാമിലി. അതെ അതെ അതെ, ഒരു ബിഗ് ബോസ് ഹൗസ് തന്നെയായിരുന്നു. അതെ, ഇവർ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല അടി ഉണ്ടായിട്ടുണ്ട്. മോഡൽസ് തന്നെയാണ് അതിനകത്തുള്ളവര്. നമ്മൾ അതിനകത്തുള്ള ആക്ടേഴ്സും തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്, കൂട്ടടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് തീരുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ. കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എല്ലാം കുറെ ആൾക്കാർ ചെറിയ പിള്ളേരാണ്. അവർക്കൊരു ചേച്ചിയായി വൈകിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ വൈകിച്ച് ഞങ്ങളെ കൂടെ സെപ്പറേറ്റ് ആയിരുന്നു. ഇടക്ക് വന്ന് നോക്കി പോയത്. അങ്ങനെയല്ല, അല്ലല്ല, അത്രയും വലിയ അത്ര റോൾസ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വന്ന് പോഷൻ ചെയ്തിട്ട് ഞാൻ പോയി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിക്കണമെങ്കിൽ നിന്നേനെ, തോന്നില്ലേ? അല്ല, ആള് അതിൽ ഭയങ്കര ആക്റ്റീവ്, ലൈക്ക് സപ്പോർട്ടീവ് ആട്ടോ. നമുക്ക് എന്തിനു വിളിച്ചു കഴിഞ്ഞാലും ഏതിനായി കഴിഞ്ഞാലും ആൾക്ക് ആ ഒരു ഇപ്പം നമ്മളെ അപേക്ഷിച്ച് ആൾക്ക് നല്ല താരമൂല്യമുണ്ട്. സോ അതൊന്നും നോക്കാണ്ട് ആള് നമുക്ക് ഭയങ്കര സപ്പോർട്ട് ആ കാര്യത്തിൽ. നമ്മൾ ന്യൂ കമേഴ്സ് ആണ്, നമുക്ക് വി ഡോണ്ട് നോ ഹൗ ടു ഡു, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് പറഞ്ഞു തരാനും അതുപോലെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ വരാനും ഒക്കെ നല്ല ആള്, നല്ല ഹെൽപ്ഫുള്ളാണ്. വൈകി സിനിമയിലോട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? കിരാതയിലോട്ട് അത് അവര് സഡനായിട്ട് തന്നെ വിളിച്ചതാ. എനിക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് അതൊന്നും അറിയില്ലായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് ഒരു കോ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പുള്ളിയാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അത് എങ്ങനെ അവർക്കും തോന്നിക്കാണും ഈ ക്യാരക്ടർ ആപ്റ്റാന്ന്, അങ്ങനെ വിളിച്ചതായിരിക്കും. വൈകി ഒരു മോഡലാണല്ലോ അല്ലേ ഇപ്പോഴും നിലവിൽ? വൈകിയുടെ ഒരു കുട്ടിക്കാലം എങ്ങനെ ആയിരുന്നു? സിനിമ തന്നെ ആയിരുന്നു ആഗ്രഹം? സിനിമ ഒരിക്കലും ആഗ്രഹം. ഞാൻ എനിക്ക് ഡോക്ടർ ആണെന്നായിരുന്നു. ആദ്യം എയറോസ്റ്റസ് ആണെന്ന് തോന്നി, പിന്നെ ഡോക്ടർ ആണെന്ന് തോന്നി, പിന്നെ ഇതിൽ രണ്ടിനും പോകാണ്ട് ബികോം ചെയ്തു. അത് ആ സമയത്ത് തന്നെ സിനിമയിൽ വന്നു. പക്ഷെ അങ്ങനെ സിനിമ സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു അതൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് മൈൻഡ് ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് നമ്മൾ ചെയ്യും, ഇതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയതിന്റെ വില നമുക്കറിയില്ല. അത് പോകുമ്പോഴല്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് മൊയ്തീൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തിയതാണ്. എനിക്ക് അഭിനയിക്കണ്ട, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്ന്, രണ്ട് നമുക്ക് സംസാരിച്ച് നിൽക്കാനുള്ള ഒരു ടാലന്റും കൂടി വേണം അതിൽ. ആ ഒരു സാധനം എനിക്കില്ല, ജനിച്ചപ്പോഴേ കിട്ടിയിട്ടില്ല. ഇപ്പൊ പിന്നെ കുറച്ച് ഞാനിപ്പോ ഒന്ന് ക്ലാസ്സിൽ പോയാലോ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി പറഞ്ഞാല് പ്രായമൊക്കെ ഇപ്പൊ കുറച്ച് മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. 55 വയസ്സിലൊക്കെ ഇത്രയും മാറ്റം വേണമെങ്കിലല്ലേ? ഇത് കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞല്ലേ. ഭർത്താവ് എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയത്തില്? ഓൾറെഡി ചോദിച്ചില്ലേ? നന്നായിരുന്നോ? എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. ചേച്ചി, ഇവരൊക്കെ നല്ല പുതിയ വരണ്ട പിള്ളേരാണ്, ഭാവിയുള്ള പിള്ളേരാണ്. വരട്ടെ. അതെ, വരട്ടെ. അതാണ് കാരണം. ഒരുപാട് പറഞ്ഞല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷമീറിന്റെ മുഖത്തെ കണ്ണുകളിലുണ്ട് കേട്ടോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പടം ഇറങ്ങുമ്പോൾ ആ കഥാപാത്രത്തെ ആളുകൾ ഏറ്റെടുക്കട്ടെ. ഞാനും അതേ ചിന്തിക്കുന്നുള്ളൂ. എന്നിലൂടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് ലഭിക്കണം. അതന്നെ ഉള്ളൂ. ഞാൻ പ്രയത്നിച്ചിട്ടുള്ളൂ.
അതുകൊണ്ട് വലിയ കുറേ സിനിമകൾ ചെയ്യണമെന്നില്ല, എന്നിലൂടെ എനിക്ക് പറ്റുന്ന കഥാപാത്രം. ഇപ്പം ഒരു പ്രൊഡ്യൂസർ കഥ എഴുതുമ്പോഴേക്ക് ഒരു തിരക്കഥാകൃത്ത് കഥ എഴുതുമ്പോൾ അയാൾ ഉള്ളിലുണ്ടാവും ഇന്ന ക്യാരക്ടറിന് ഇന്നത് വേണമെന്ന്. അതുപോലെ എനിക്ക് പറ്റിയ ക്യാരക്ടർ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഫലിപ്പിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അതെല്ലാം സംഭവിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ? ഞാൻ ആദ്യമായിട്ടാണ് കോന്നി പോകുന്നത്. അപ്പൊ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ എന്താ ആനക്കൂടല്ലേ, അവിടെ പോയി. ഇല്ലില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ അനനെ കാണാൻ എനിക്ക് അനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊരു ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോകുന്നൊരു എക്സ്പീരിയൻസ് നന്നായിരുന്നു. നല്ല നല്ല സ്ഥലമാണ്, നല്ല ക്ലൈമറ്റ് ആണ്, നല്ല ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. അതായത് ഒരു സിനിമ ഇന്നിപ്പോ എടുക്കുമ്പോ ആൾക്കാരുടെ സപ്പോർട്ടും ഭയങ്കര നല്ലതായിരുന്നു. വൈകി ഈ സീസണിൽ ബിഗ് ബോസിൽ ഉണ്ടെന്ന് ഒരുപാട് റൂമേഴ്സ് കേട്ടായിരുന്നല്ലോ. ഇല്ല, ഒരിക്കലും വിളിച്ചതാണോ പോവാഞ്ഞതാണോ? ഈ സീസണിൽ വിളിച്ചിട്ടില്ല. ഇതിന് മുമ്പത്തെ 5-ലോ 4-ലോ വിളിച്ചിരുന്നു. എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നതല്ല. പക്ഷെ വൈകിയുടെ സംസാരം കേൾക്കുമ്പോൾ വൈകിയപ്പോഴുള്ളവരാ പോകണ്ടേ? എന്നിട്ടാണ് 4 ദിവസം അടിയാതെ നാലാം ദിവസം എനിക്ക് അമ്മനെ കാണണമെന്ന് പറഞ്ഞ് കരയുകയും ചെയ്യാനായിട്ട്, അതുകൊണ്ട് വേണ്ട. അപ്പം പടങ്ങളെല്ലാം ഞങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആണ്. ഷമീർ, ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഇതിനകത്ത് ഒരുപാട് ന്യൂ കമേഴ്സ് ഇതിനകത്തുണ്ട്. സോ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഞങ്ങൾ ചെയ്തിരിക്കുന്ന വർക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കണ്ട് വിലയിരുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സിനിമ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ജാനുവരിയിൽ കിരാത സിനിമ കാണാൻ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നു. താങ്ക് യു സോ മച്ച്.